അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണാർക്കാട്. യഥാർത്ഥ ഇസ്ലാമിക ഭരണാധികാരികളുടെ രണ്ടാം ഭാഗം അഥവാ ഷഹീദ് മഹാനായ സദ്ദാം ഹുസൈൻ. ഇറാഖിലെ തിക്രത്ത് എന്ന പ്രദേശത്തിലെ ചെറിയ ഗ്രാമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജനനം, അതിനുശേഷം ഒറ്റപ്പെടൽ, പിതാവിൻ്റെ മരണം, മാതാവ് മറ്റൊരു വിവാഹം, അങ്ങനെ തൻ്റെ അമ്മാവൻ്റെ കൂടെയുള്ള താമസ കാലഘട്ടം, പിന്നീട് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ബാത്ത് പാർട്ടിയുടെ ജനനം, ഇറാഖിലെ ഭരണ അസ്ഥിരത, ഇതെല്ലാം സദ്ദാമിനെ ചിന്താമുക്തനാക്കി. അദ്ദേഹത്തിൻ്റെ ചിന്ത ബാത്ത് പാർട്ടിയിലൂടെ എങ്ങനെ ഇറാഖിൻ്റെ ഭരണ സംവിധാനത്തെ, അതേപോലെ തന്നെ ഇസ്ലാമിലെ ഛിന്ന ഭിന്നമായി കിടക്കുന്ന ചെറിയ രാജ്യങ്ങളെ ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ സ്വപ്നത്തോടുകൂടെ ഡ്രീം കാണുകയും ആ ഡ്രീം ഇസ്ലാമിക വിസ്തൃതിയുടെ അല്ലെങ്കിൽ മഹാനായ ഉമറിൻ്റെ കാലഘട്ടം പോലെ സുന്ദരമായ ഒരു വിശാല ഇസ്ലാമിക ഐക്യമുണ്ടാക്കുക എന്ന നിലക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ബാത്ത് പാർട്ടിയിലൂടെ സദ്ദാം ഹുസൈൻ ഇറാഖിൻ്റെ പ്രസിഡൻ്റായി മാറി. അതിനുശേഷം താൻ സാമ്പത്തികമായി, ശാസ്ത്രീയമായി, സാങ്കേതികമായി ഇറാഖിൻ്റെ എണ്ണസമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഇറാഖിൻ്റെയും ഇറാൻ്റെയും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുടെയെല്ലാം ക്രൂഡ് ഓയിൽ അത് സംസ്കരിച്ചെടുത്തിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്കയോ ആയിരുന്നു. ആ രംഗത്ത് തദ്ദേശീയരായ ശാസ്ത്രജ്ഞരെയും സാങ്കേതിക വിദഗ്ധരെയും ഉപയോഗപ്പെടുത്തി അത് ദേശസാൽക്കരിച്ചു. അതിൻ്റെ ഫലമായി ഇന്ന് നാം കാണുന്ന അറാംകോ അല്ലെങ്കിൽ അഡ്നോക് പോലെയുള്ള കമ്പനികൾക്ക് പിൻവാങ്ങേണ്ടി വന്നു. അതിനിടയ്ക്ക് ഇറാഖ് സുന്നി വിഭാഗവും ഇറാൻ ഷിയ വിഭാഗവുമായി യുദ്ധമുണ്ടായി. അങ്ങനെ 8 വർഷത്തെ യുദ്ധപരിചയവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ രണ്ട് രാഷ്ട്രങ്ങളെയും പിന്തുടർന്നുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ ഈ എണ്ണസമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ രാഷ്ട്രങ്ങൾക്ക് ഇവർ കണ്ണിലെക്കരടായി. മറ്റ് അറേബ്യൻ രാജ്യങ്ങളെപ്പോലെ കഴിവില്ലാത്ത ഭരണ സംവിധാനമല്ല ഇറാഖിലും ഇറാനും. അത് മനസ്സിലാക്കിയ ഇസ്രായേലും അമേരിക്കയും ഒത്തുചേർന്നുകൊണ്ട് ഒരു യുദ്ധമുണ്ടാക്കുക എന്ന അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയെ നയിച്ചു. അതിൻ്റെ ഫലമായി അവർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന CNN, അതേപോലെ BBC പോലെയുള്ള മാധ്യമങ്ങൾക്കും വലിയ ആയുധ കമ്പനികളായ അമേരിക്കൻ ആയുധ കമ്പനികൾക്കും ഇത്ര % യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, അങ്ങനെ ഭരണതലത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാഖ് എന്ന പ്രസിഡന്റിനെ വലിയ ഒരു തീവ്രവാദിയായി കാണുകയും അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് രാസായുധം ലോകത്തിൻ്റെ നാശമാണെന്നും അത് ഉണ്ടാക്കുന്നത് സദ്ദാം ഹുസൈൻ ആണെന്നും പറയുകയും അങ്ങനെ ഈ സദ്ദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടമാക്കുക അല്ലെങ്കിൽ വധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ മുന്നോട്ട് പോയ കാലഘട്ടം. അതിന് മറ്റ് അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും അവർ കരസ്ഥമാക്കി. അങ്ങനെ ഇറാഖിനെതിരെ തിരിഞ്ഞ തൻ്റെ അനിയൻ
കുവൈത്തിനെ സദ്ദാം ഹുസൈൻ ഒരു പ്രലോഭനങ്ങളോ അവിടെ ജീവനാംശമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രതിസന്ധികളോ ഇല്ലാതെ ഒന്ന് സൈന്യത്തോടെ കയറി എന്ന് മാത്രം. ഈ അവസരം മുതലെടുത്ത് അറബികളുടെ കൂട്ടായ്മയും ഇസ്രായേലും അമേരിക്കയുമായി ഒരുമിച്ച് ചേരുകയും അതിനുശേഷം അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന സൈനികർക്ക് $2000 ഇവിടെ വരുന്നവർക്ക് മിനിമം $10,000-20,000 സൈനികർക്ക് ഈ ഇറാഖിനെ പ്രതിരോധിക്കാൻ വേണ്ടി നൽകുകയും അതിനുവേണ്ട സൈനിക താവളം ഒരുക്കി കൊടുക്കുകയും സൗദി അറേബ്യ അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾ നിർബന്ധിതമായി അതിനവർ സാഹചര്യമൊരുക്കി. അന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അന്നത്തെ ഭരണാധികാരി ഇത് നിങ്ങൾ പരിഹരിക്കുക, അല്ല എങ്കിൽ ഇവരെങ്ങാനും നിങ്ങളുടെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും തിരിച്ചു പോകില്ല എന്ന സത്യം അറിയിക്കുകയുണ്ടായി. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ വാഴ്ത്തി അവർ അവിടെ വന്നു. അത് അവർക്കൊരു വലിയ തുണയായി. അങ്ങനെ സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരിയെ സ്ഥാനഭ്രഷ്ടമാക്കാൻ വേണ്ടി US-ഉം അതുപോലെ തന്നെ ഇസ്രായേലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് UN-ൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും ചാരന്മാരായി അതിൻ്റെ ഇടയിൽ അവർ ഇടം നേടി ആ മനുഷ്യാവകാശ പ്രവർത്തനത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് സദ്ദാം ഹുസൈൻ്റെ ഭരണ സംവിധാനത്തെ ശിഥിലമാക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു. സമ്പത്ത് കൊടുക്കേണ്ടവർക്ക് സമ്പത്ത്, മറ്റു രാജ്യങ്ങളിലേക്ക് മാറേണ്ടവർക്ക് മറ്റു രാജ്യം, അങ്ങനെ എല്ലാം കൊടുത്തുകൊണ്ട് അവിടെയുള്ള സദ്ദാം ഹുസൈൻ്റെ എല്ലാവിധ ബലങ്ങളെയും ശിഥിലമാക്കി. അതിനുശേഷം അമേരിക്ക ആക്രമിക്കുകയും ആ രാജ്യത്തെ ഒട്ടനവധി ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയും കൊല്ലപ്പെടുകയും ചെയ്യുകയുണ്ടായി. അന്ന് ഇന്ത്യയുടെ $220 കൊടുത്താലാണ് സദ്ദാമിൻ്റെ ഒരു ദിനാർ കിട്ടുക. അത്രയും വാല്യൂ ഉണ്ടായിരുന്ന ദിനാർ റദ്ദ് ചെയ്ത് ആ കറൻസി ഇല്ലായ്മ ചെയ്തു. അങ്ങനെ സദ്ദാം ഹുസൈൻ എന്ന വ്യക്തിയെ പിന്നീട് പിടികൂടുകയും അദ്ദേഹത്തെ പെരുന്നാൾ ദിവസം തന്നെ തൂക്കിലേറ്റി. ആ തൂക്കിലേറ്റുന്ന സമയത്ത് പോലും അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ തൂക്കുകയറിൽ കിടന്നു മരിച്ചത്. ഇതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട്. ആ ദരിദ്രനായ ആ ബാലൻ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അതിനുശേഷം വീണ്ടും ഏറ്റവും മോശമായ രീതിയിൽ മരണവും സംഭവിച്ചു. എന്നാൽ അവിടെ അമേരിക്കക്കും ഇസ്രായേലിനും സദ്ദാമിൻ്റെ ശരീരത്തെ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ, പക്ഷേ ആത്മാവിനെ എടുക്കാൻ ഒരു കാരണവശാലും കഴിഞ്ഞില്ല. ഈ ബാക്ക് ബോൺ എനർജി എവിടെ നിന്ന് സദ്ദാമിന് കിട്ടി? അത് സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള ഈമാൻ അല്ലെങ്കിൽ തഖ്വ അല്ലെങ്കിൽ പ്രപഞ്ചനാഥനോടുള്ള അടങ്ങാത്ത ആവേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി. ഇനി അടുത്ത കഥ അവർക്ക് കണ്ണിലെ കരട് ഇറാനാണ്. ഇതേ രൂപത്തിൽ ഇറാനെയും ഇല്ലായ്മ ചെയ്യുക. ഇതിന് സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അത്തരം നീചമായ പ്രവൃത്തിയെ തടുക്കാനുള്ള ശേഷി ഇറാനും മറ്റു അറേബ്യൻ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നേടിയെടുത്തില്ല എങ്കിൽ എന്നേക്കുമായി നിങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് യാതൊരു കാര്യശേഷിയോ ഭരണ സംവിധാനത്തെ മാന്യതയോ പാലിക്കാത്ത ട്രംപ് ചെയ്യുക തന്നെ ചെയ്യും.
എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി അറബി രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുക. അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഞാനും ഉണ്ടാകും ഇൻഷാ അള്ളാഹു. അത്തരം നീചപ്രവൃത്തികൾ ചെയ്യുന്നവരെ അള്ളാഹു തകർക്കുമാറാവട്ടെ. ഈ റമളാൻ്റെ ഗുണഗണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ യുദ്ധത്തെ അള്ളാഹു ഇല്ലായ്മ ചെയ്യട്ടെ. അതിന് സഹായിക്കുന്നവരെ അള്ളാഹു തകർത്തു കളയുമാറാവട്ടെ. മുസ്ലിം സമൂഹത്തിൻ്റെ ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിസന്ധിക്കൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ അള്ളാഹു സഹായിക്കട്ടെ. ചൈനയായാലും റഷ്യയായാലും ഫ്രാൻസായാലും മറ്റെല്ലാവരും കൂടി ഇത്തരം മാനുഷിക പരിഗണന പോലുമില്ലാതെ അമേരിക്കൻ ആധിപത്യം ലോകത്ത് വരുന്നുവെങ്കിൽ അടുത്തത് ഈ ഏഷ്യയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് യൂറോപ്പും ആഫ്രിക്കയുമെല്ലാം പിടിച്ചെടുത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അമേരിക്കൻ കോളനിയായിരിക്കുമെന്ന ആ ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇൻഷാ അള്ളാഹ്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അല്ലാഹു സാക്ഷി.